നമസ്കാരം. കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് നെയ്യാറ്റിൻകരയിലെ സമാധി. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും സോഷ്യൽ മീഡിയ മറ്റൊരാളെയാണ് അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വേറെ ആരുമല്ല, സമാധി കേസിൽ തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്ന തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് ആണ് ഈ കഥയിലെ താരം. ദിവസങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ സബ് കളക്ടറുടെ ഇൻസ്റ്റഗ്രാം ID വരെ തപ്പി ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സുന്ദരൻ പയ്യൻ ആരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. കളക്ടറെ വെച്ച് നിരവധി റീലുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അതുകൂടാതെ ട്രോളുകളും നിറയുന്നുണ്ട്. ഇതാണോ ഞാൻ കണ്ടെത്തുമെന്ന് പണിക്കർ പറഞ്ഞ ആ കളക്ടർ? ശ്രദ്ധിക്കൂ, സമാധിയാണ് നമ്മുടെ വിഷയം, അല്ലാതെ സമാധാനമായി നടന്നു പോകുന്ന കളക്ടറല്ല. എല്ലാവരും സമാധി നോക്കി, ഞാൻ കളക്ടറെ നോക്കി. നമ്മളെ ഒന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും കളക്ടറെ മതി. ഈ കളക്ടറിനെ ഞങ്ങൾക്ക് മീഡിയ വഴി പരിചയപ്പെടുത്തിയ ഗോപൻ സ്വാമിയോടും കുടുംബത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സമാധിയായവരൊക്കെ അവിടെ ഇരിക്കട്ടെ, കളക്ടറുടെ വീട് എവിടാ തുടങ്ങി നിരവധി കമൻറ്റുകളും ചോദ്യങ്ങളുമാണ് നിലവിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരാണ് ഈ സബ് കളക്ടർ? ഈ സബ് കളക്ടറിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹം കമ്മിറ്റഡ് ആണോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തിനുള്ള ചെറിയൊരു മറുപടി നമ്മളും നൽകുകയാണ്. കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് ഓവിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ആ സബ് കളക്ടർ. 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആൽഫ്രഡ്. നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. ബാംഗ്ലൂരു ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ 1 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. 2022 തൻ്റെ 3ാമത്തെ ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. 57ാം റാങ്കാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വൈറലാകുന്നത് ഇത് ആദ്യമായെന്നല്ല. കേരള കേഡറിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി എത്തിയ മെറിൻ ജോസഫ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. യതീഷ് ചന്ദ്ര, ദിവ്യ S. അയ്യർ തുടങ്ങിയവരും സൈബർ ലോകത്ത് ഇത്തരത്തിൽ പ്രധാന ചർച്ചാ വിഷയമായ ഉദ്യോഗസ്ഥരായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വൈറലാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. കേരള കേഡറിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി എത്തിയ മെറിൻ ജോസഫ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായാലും ഈ ചുള്ളൻ കളക്ടറെ തേടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ നമ്മുടെ ഈ ചുള്ളൻ കളക്ടറെ കണ്ടെത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.